എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കലയാണ്. കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഥകളിയാണ്. കഥകളി ഞാൻ ഒന്ന് വായിക്കാം, അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ കോഡിലൂടെ പറയുന്നതായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. ആദ്യകാല നാമം രാമനാട്ടം എന്നാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ എന്നാണ്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. വാദ്യോപകരണങ്ങൾ ചെണ്ട, ചേങ്കില, മദ്ദളം, ഇടക്ക, ഇലത്താളം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. ആദ്യ ചടങ്ങ് കേളികൊട്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഇത്രയും ഭാഗങ്ങൾ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് പഠിക്കുക, അതിനുശേഷം നെക്സ്റ്റിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞത്? കേരളത്തിന്റെ തനത് കലാരൂപമാണ് നമ്മുടെ കഥകളി. അതിന്റെ കഥകളിയുടെ ആദ്യകാല നാമമാണ് രാമനാട്ടം. സാഹിത്യരൂപം ആട്ടക്കഥ. ഈ സാഹിത്യരൂപം ആട്ടക്കഥ എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. സാഹിത്യരൂപമാണ്, കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഓക്കെ, അതെങ്ങനെ പഠിക്കുക? കഥകളിയുടെ സാഹിത്യ രൂപമാണ് അല്ലെ. അപ്പൊ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ കഥയുമായിട്ട് കണക്ട് ചെയ്യാലോ. സാഹിത്യവും കഥ ഒക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തൂടെ. അപ്പൊ സാഹിത്യ രൂപം, കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. ആട്ടക്കഥ. നെക്സ്റ്റ്, കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. എന്നാൽ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. ഓക്കെ, അത് രണ്ടും കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷകൾ മാറാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. എന്താണ്? രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമാണല്ലോ. രാമനാട്ടം മലയാളത്തിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്, രാമൻ എന്ന പേര് ഒരു മലയാളിയുടെ പേരല്ലേ. രാമൻ എന്ന പേര് ഒരു മലയാളിയുടെ പേരാണ്. അപ്പൊ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാള ഭാഷയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൃഷ്ണനാട്ടം എന്താണ്? സംസ്കൃതമാണ്. അപ്പൊ നമുക്ക് രണ്ടും പഠിക്കാൻ പറ്റും. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ, രാമൻ മലയാളിയാണ്, മലയാളം. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. അതുപോലെ വെട്ടത്ത് സമ്പ്രദായം എന്നും അറിയപ്പെടുന്നത് കഥകളിയാണ്. രണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, കഥകളി കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ടും പറഞ്ഞു കൊടുക്കും അല്ലേ. ടോട്ടലായിട്ട്, മുഴുവനായിട്ട്, ടോട്ടൽ. ഓക്കെ, ടോട്ടൽ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ച ഒരു ടോട്ടോച്ചാന്റെ കഥയൊക്കെ ഓർമ്മയുണ്ടോ? ഇംഗ്ലീഷിലാണ് പഠിച്ചത്. ടോട്ടോച്ചാന്റെ ഒരു 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് ഒന്ന് ഓർമ്മയുള്ളവരാണെങ്കിൽ ടോട്ടോച്ചാന്റെ കഥ, ടോട്ടൽ തിയേറ്റർ, കഥകളി എന്നുള്ള രീതിയിൽ അങ്ങനെയും ഓർക്കാം. ഓക്കെ, നെക്സ്റ്റ്, വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം. നമ്മളിപ്പോ കഥയൊക്കെ വായിക്കുന്ന സമയത്ത് വെട്ടത്തിരുന്നിട്ടാ വായിക്കുക അല്ലെ. വെട്ടത്ത്, വെളിച്ചത്ത്, വെട്ടത്ത്, വെളിച്ചത്ത്. ഓക്കെ, അപ്പൊ വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് എന്താണ്? കഥകളിയാണ്. നെക്സ്റ്റ്, വാദ്യോപകരണങ്ങൾ. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, ചേങ്കില, മദ്ദളം, ഇടക്ക, ഇലത്താളം. 5 എണ്ണമുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതോ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്, ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് 5 എണ്ണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ്? ചെണ്ട, ചേങ്കില, മദ്ദളം, ഇടക്ക, ഇലത്താളം. ഓക്കെ, ഞാനിത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ചെണ്ട, ചേങ്കില, മദ്ദളം, കൈമണി ചേർന്നാൽ എന്തൊരു മേളം. ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ചെണ്ടയും ചേങ്കിലയും മദ്ദളവും നമുക്ക് അങ്ങനെ എടുക്കാം. പിന്നെ 2 ഈ ഇടക്ക, ഇലത്താളം. ഓക്കെ, അപ്പൊ ചെണ്ട, ചേങ്കില, മദ്ദളം കിട്ടി. പിന്നെ ഇടക്കയും ഇലത്താളവും.
അപ്പൊ വേറൊരു കണക്ഷനും കൂടി ഞാൻ പറഞ്ഞതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോ ചെണ്ടയും ചേങ്കിലയും, രണ്ട് ചാ ഉണ്ട് അല്ലെ, ചെണ്ട ചേങ്കില, പിന്നെ രണ്ട് ഈ കൂടിയുണ്ട്, ഇടക്ക ഇലത്താളം, ഈ പിന്നെ ഒരു മദ്ദളം ഒരു മാവും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത്. ചെണ്ട ചേങ്കില, പിന്നെന്താണ് ഇടക്ക ഇലത്താളം, പിന്നെ മദ്ദളവും. ഓക്കെ, നെക്സ്റ്റ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് സോപാന സംഗീതമാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് എന്താണ്? സോപാന സംഗീതം. അതൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ആദ്യ ചടങ്ങ്, കഥകളിയുടെ ആദ്യ ചടങ്ങ് എന്ന് പറയുന്നത് കേളികൊട്ടാണ്. കേളികൊട്ട് കൊട്ടിയിട്ട് എല്ലാരെയും അറിയിക്കുന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. കേളികൊട്ട് കൊട്ടി ചെണ്ടൊക്കെ കൊട്ടിയിട്ട് എല്ലാരും അറിയിക്കും. ആദ്യ ചടങ്ങ് അതാണെന്നൊന്നും വിചാരിക്കുക കേട്ടോ. കഥകളിയുടെ ആദ്യ ചടങ്ങ് എന്ന് പറയുന്നത് കേളികൊട്ടാണ്, കേളികൊട്ട്. അപ്പോഴെന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യകാല നാമം രാമനാട്ടമാണ്. കഥകളിയുടെ സാഹിത്യ രൂപം, സാഹിത്യം, കഥ, ആട്ടക്കഥയാണ്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ, രാമൻ മലയാളിയാണല്ലേ, അപ്പൊ മലയാളം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത്, ടോട്ടൽ കഥയുടെ ടോട്ടൽ അല്ലെ, അപ്പൊ കഥകളി. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത്, വെട്ടത്തിരുന്നിട്ടാണ് കഥ വായിക്കുന്നത്, കഥകളി. വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ചെണ്ട, ചേങ്കില, മദ്ദളം, പിന്നെ രണ്ട് ഈ അല്ലെ, ഇടക്ക ഇലത്താളം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് സോപാന സംഗീതമാണ്. ആദ്യ ചടങ്ങ്, കഥകളിയുടെ ആദ്യ ചടങ്ങ് എന്താണ്? കേളികൊട്ട്, കൊട്ടിയിട്ട് എല്ലാരെയും അറിയിക്കും അല്ലെ, അപ്പൊ കേളികൊട്ട്. നെക്സ്റ്റ് തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം, കഥകളിയുടെ തുടക്കത്തിൽ ഒരു നൃത്തമുണ്ട്, അതിന്റെ പേരാണ് പുറപ്പാട്. അത് പുറപ്പാട് മീൻസ് കഥകളി പുറപ്പെടുന്ന സമയത്ത് നൃത്തമൊക്കെ കളിച്ചിട്ടാണ് പുറപ്പെടുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പം തുടക്കത്തിൽ പ്രയോഗിക്കുന്ന നൃത്തം എന്ന് പറയുന്നത് പുറപ്പാടാണ്, പുറപ്പാട്. ഓക്കെ, നെക്സ്റ്റ് ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഒരു ഗാനമുണ്ട്, ആ ഗാനമാണ് തിരനോട്ടം. ആരംഭിക്കുമ്പോൾ, കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഒരു ഗാനത്തെ, അത് ഇമ്പോർട്ടന്റ് ആണ്, തിരനോട്ടം എന്നാണ് പറയുന്നത്. അപ്പൊ ഗാനം എന്ന് പറയുമ്പോൾ തിരനോട്ടം, നമുക്ക് അനന്തഭദ്രം സിനിമയിലെ തിരനുറയും എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്, അതുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. തിരനുറയും അല്ലെ തിരനോട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ആ കണക്ട് ചെയ്യാം. ഗാനം, പാട്ട്, തിരനോട്ടം. ഓക്കെ, അപ്പൊ കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം. നെക്സ്റ്റ് കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി. ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി. ധനമൊക്കെ കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് ഒഴിവാക്കി വിടുന്നു എന്ന് ആലോചിച്ചാൽ മതി. ചടങ്ങ് അവസാനത്തെയാണ്. അപ്പൊ അവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് പണമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റിൽഡ് ആക്കി വിടുന്ന ഒരു സമയം. അപ്പൊ ധനാശി എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം അല്ലെ, പുറപ്പെടുമ്പോൾ ഉള്ള ഒരു നൃത്തമാണ് പുറപ്പാട്. ആരംഭിക്കുമ്പോൾ, അതായത് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി. ധനമൊക്കെ കൊടുത്ത് വീടും സെറ്റിൽഡ് ആക്കും അല്ലെ, ധനാശി. നെക്സ്റ്റ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. 24 മുദ്രകൾ ഉണ്ട് അതിൽ. ഓക്കെ, അപ്പൊ കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക. അപ്പൊ കഥകളിയുടെ മുദ്രകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹസ്തം കൊണ്ടല്ലേ, കൈ കൊണ്ടല്ലേ മുദ്രകളൊക്കെ കാണിക്കുക. അപ്പൊ കൈ, ഹസ്തം, ഹസ്തലക്ഷണ ദീപിക. 24 മുദ്രകൾ ഉണ്ടെന്ന് കൂടി ഓർക്കുക. കാരണം 24 മുദ്രകൾ ചോദിച്ച ചോദ്യമാണ്. 24 മുദ്രകൾ എങ്ങനെ ഓർക്കാം? 24 മണിക്കൂർ 24 മുദ്രകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാം. നെക്സ്റ്റ് വേഷങ്ങൾ. കഥകളിയുടെ മെയിൻ ആയിട്ടുള്ള വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. 5 വേഷം. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. നമുക്ക് അറിയുന്നതായിരിക്കും അല്ലേ. നെക്സ്റ്റ് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്, കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം.
കഥകളിയുടെ വേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 5 വേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി നമുക്ക് നോക്കാം, ജസ്റ്റ് കേട്ട് പോയാൽ മതി കേട്ടോ. കഥകളിയുടെ വേഷങ്ങളാണ് പറയുന്നത്. പച്ച അല്ലെ, പച്ച എന്ന് പറയുമ്പോൾ സാത്വിക കഥാപാത്രങ്ങളാണ്, അതായത് നല്ല കഥാപാത്രങ്ങളാണ്. ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയവ ദേവന്മാരൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തത് കത്തി. കത്തി എന്ന് പറഞ്ഞ ദുഷ്ട കഥാപാത്രമാണ്, ദുഷ്ട കഥാപാത്രം. ഓക്കെ, രാവണൻ, കംസൻ ഇവയൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ, ഒന്ന് കേട്ട് പോയാൽ മതി. നെക്സ്റ്റ് കരി. കരി എന്ന് പറയുമ്പോൾ രാക്ഷസ സ്വഭാവമുള്ള ആൾക്കാരെയാണ് കരിയിൽ ഉൾപ്പെടുത്തുന്നത്, രാക്ഷസ സ്വഭാവമുള്ളവ. നാലാമത്തത് താടി. ഈ താടി 3 തരത്തിലുണ്ട്. വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. വെളുത്ത താടി എന്ന് പറയുമ്പോൾ മനുഷ്യാതീതമായ കഴിവുള്ള ഹനുമാനെ പോലെയുള്ളവരെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്, വെളുത്ത താടി. ഓക്കെ, നെക്സ്റ്റ് ചുവന്ന താടി എന്താണ്? ദുഷ്ട കഥാപാത്രങ്ങൾ. കറുത്ത താടിയോ? വേടന്മാർ, നായാട്ടുകാർ. ഇനി ഇതിൽ ഞാൻ എഴുതാത്ത ഒന്നും കൂടി ഉണ്ട്, മിനുക്ക്. ഇമ്പോർട്ടന്റ് ആണ് മിനുക്ക്. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ത്രീകളെയും മുനിമാരെയും ആണ്, അതുകൊണ്ടാണ് ഇതിനൊരു ഇമ്പോർട്ടന്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നോക്കാം. മിനുക്ക് എന്താണ്? സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മാനവേദൻ രാജാവാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. ഓക്കെ, അപ്പൊ ഈ 3ഉം ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്, ശ്രദ്ധിക്കുക. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ, കണക്ഷൻ പറയാം. രാമൻ കൊട്ടാരത്തിലാണെന്ന് വിചാരിച്ചാൽ മതി. രാമൻ കൊട്ടാരത്തിലാണ്, രാമനും സീതയും ഒക്കെ കൊട്ടാരത്തിലാണെന്ന് അറിയാലോ. അപ്പൊ രാമൻ കൊട്ടാരത്തിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണെന്ന് നമുക്ക് ഓപ്ഷനിൽ കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തത് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെ. അപ്പൊ ഈ കൃഷ്ണൻ, നമ്മളെ കുഞ്ഞികൃഷ്ണൻ ഓർത്തൂടെ? അപ്പൊ ഈ കൃഷ്ണനൊക്കെ ചങ്കാട്ടി മീൻസ് കടുത്ത് നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ആടാറല്ലേ. അപ്പോൾ അങ്ങനെ ഭയങ്കര വേദനയാണെന്ന് ആലോചിക്കുക. ഓക്കെ, ഭയങ്കര വേദനയാണ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞികൃഷ്ണനെ ഓർത്താൽ മതി കേട്ടോ. അപ്പൊ കുഞ്ഞികൃഷ്ണൻ കുറച്ച് തുള്ളിച്ചാടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വേദന, പെയിൻ ആയിരിക്കില്ലേ, വേദനയായിരിക്കും എന്നുള്ള രീതിയിൽ മാനവേദൻ രാജാവ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാനവേദൻ രാജാവാണ്. നെക്സ്റ്റ് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. അപ്പൊ ഈ കഥകളിയൊക്കെ നടക്കുന്നത് ഒരു കോട്ടയിലാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു കോട്ട അല്ലെ, ഒരു പഴയ കോട്ടയിലാണ് കഥകളി നടക്കുന്നതെന്ന് ചുമ്മാ ഒന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ പഴയ കോട്ടകളുടെ ഒക്കെ കഥകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, പഴയ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയ കോട്ടയുടെ ഒക്കെ കഥകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ കഥകളിയുടെ ഉപജ്ഞാതാവാണ്. കഥ ഒക്കെ ആരുടെയും കോട്ടയന്റെ, പഴയ കോട്ടയുടെ ഒക്കെ കഥയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോട്ടയത്ത് തമ്പുരാനുമായിട്ട് കണക്ട് ചെയ്യാം. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്, കൃഷ്ണൻ ആടി ഭയങ്കര വേദന ആയിരിക്കും, മാനവേദൻ രാജാവ്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ രാമൻ എവിടെയാണ് ഉണ്ടാവുക? കൊട്ടാരത്തിലാണ് ഉണ്ടാവുക, കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ, കണക്ഷനൊക്കെ കിട്ടി, മനസ്സിലായി നമുക്ക് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. മോഹിനിയാട്ടം. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും പിക്ചറിലൊക്കെ, ഭയങ്കര മനോഹരമാണല്ലേ മോഹിനിയാട്ടം. വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് പോയിന്റ് പഠിക്കുന്നത്, ശ്രദ്ധിക്കുക. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപത്തിൽ ഒന്നാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപത്തിൽ ഒന്നാണ് ലാസ്യ നൃത്ത ശൈലിയാണ്. കേരളത്തിൽ ഉത്ഭവിച്ച നൃത്തരൂപമാണ്, കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് കേട്ട് പോകാം കേട്ടോ. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ ഒന്നാണ് ലാസ്യ നൃത്ത ശൈലിയാണ്. കേരളത്തിൽ ഉത്ഭവിച്ച നൃത്തരൂപമാണ്, കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ്. ഓക്കെ, നെക്സ്റ്റ് ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്ന കലാരൂപമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്ന കലാരൂപമാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് പഠിക്കണം. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് കല്യാണിക്കുട്ടി അമ്മയാണ്. കല്യാണിക്കുട്ടി അമ്മ, മോഹിനി അല്ലെ, മോഹിനി കല്യാണം. നമ്മുടെ മായാമോഹിനിയൊക്കെ എടുത്തൂടെ? മായാമോഹിനിയുടെ കല്യാണം എന്നൊക്കെ ഒന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ സിനിമയാണ് ഞാൻ പറയുന്നത്. അപ്പൊ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടി അമ്മയാണ്. മോഹിനി, മായാമോഹിനിയുടെ കല്യാണം എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. നെക്സ്റ്റ്
അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് ലാസ്യമാണ്. അടിസ്ഥാന ഭാവം ലാസ്യം. ഓക്കെ. നെക്സ്റ്റ്, മോഹിനിയാട്ടത്തിൽ പ്രയോഗിക്കുന്ന സംഗീതമാണ് കർണാട്ടിക് സംഗീതം. മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം. അതൊന്ന് നോക്കി വെക്കാം. ഈ മോഹിനിയാട്ടമൊക്കെ ചെയ്യുന്ന കുട്ടികൾ അതിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു കാറിലാണ് വന്നിറങ്ങുന്നത് എന്ന് ആലോചിച്ചാൽ മതി. കാറില്. ഓക്കെ. അപ്പൊ കാറ്, കർണാടക. മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് കാറ്, അല്ലെ, കർണാട്ടിക് സംഗീതം. നെക്സ്റ്റ്, മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കരുതപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. ഓക്കെ. മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് എന്ത്? വ്യവഹാരമാല. അപ്പൊ അതൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടികളൊക്കെ മാലയൊക്കെ ഇട്ട്, അല്ലെ, ഒരുപാട് മാലയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. മാല, വ്യവഹാരമാല. മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കുന്ന കൃതി എന്ന് പറയുന്നത് എന്താണ്? മോഹിനിയാട്ടം ഒരുപാട് മാലയിടും, അല്ലെ, വ്യവഹാരമാല ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? നെക്സ്റ്റ്, പ്രചോദനം നൽകിയ തിരുവിതാംകൂർ രാജാവ്. അതായത് ഈ മോഹിനിയാട്ടത്തിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജാവാണ് തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ. ഓക്കെ. സ്വാതി തിരുനാൾ. അപ്പോ മോഹിനിയാട്ടമൊക്കെ കളിക്കുന്നത് പെൺപിള്ളേരാണല്ലോ. അപ്പം പെൺപിള്ളേരെ ഒരു പേരൊന്ന് ആലോചിച്ചാൽ മതി. സ്വാതി. ഓക്കെ. സ്വാതി നല്ല ആസ്വദിച്ച് കളിക്കുമൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. അപ്പൊ സ്വാതി തിരുനാൾ. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ആലോചിക്കണം. കാരണം നമുക്ക് തിരുവിതാംകൂർ ഒരു സെഷനായിട്ട് പഠിക്കാനുണ്ട്. ആ സമയത്ത് സ്വാതി തിരുനാളിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പം ഇതും കൂടി ആ സമയത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പോഴേ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പ്രചോദനം നൽകിയ, ഇതിനാണ് മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലമാണ്, അല്ലെ. കേരള കലാമണ്ഡലം എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്, അല്ലെ. ചെറുതുരുത്തി, കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോളാണ്. വള്ളത്തോൾ. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ ഒന്നുകൂടി വായിക്കാം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്ന കലാരൂപമാണ് നമ്മുടെ മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ മായാമോഹിനിയുടെ കല്യാണം, അല്ലെ, കല്യാണിക്കുട്ടി അമ്മ. ഓക്കെ. അപ്പൊ കല്യാണം ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? മാലയൊക്കെ ഇടും. അപ്പൊ നമുക്ക് വ്യവഹാരമാലയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പൊ എന്താണ്? മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കുന്ന കൃതിയാണ് വ്യവഹാരമാല. അടിസ്ഥാന ഭാവം, മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം ലാസ്യമാണ്. മോഹിനിയാട്ടത്തിൽ പ്രയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതമാണ്. പിന്നെന്താ പറഞ്ഞത്? പ്രചോദനം നൽകിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയതോ കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ്? വള്ളത്തോളാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ. ഓക്കെ. അപ്പൊ മോഹിനിയാട്ടം നമ്മൾ കഴിഞ്ഞു, കഥകളി കഴിഞ്ഞു. നെക്സ്റ്റ് പോവാണ് കൂടിയാട്ടം. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകമാണ് കൂടിയാട്ടം. അവതരിപ്പിക്കുന്നത് എവിടെയാണ്? കൂത്തമ്പലത്തിലാണ് അവതരിപ്പിക്കുന്നത്. വാദ്യോപകരണം മിഴാവ്. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ഈ വാദ്യോപകരണങ്ങൾ. നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ. പൂർണ്ണ രൂപത്തിലുള്ള കൂടിയാട്ടം പൂർത്തിയാക്കാൻ 41 ദിവസം വേണ്ടിവരും. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ. അവതരിപ്പിക്കുന്നത് ആരാണ്? ചാക്യാർ. ഓക്കെ. സ്ത്രീ കഥാപാത്രമാണെങ്കിൽ നങ്ങ്യാറും ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഒന്നും കൂടി ശ്രദ്ധിക്കുക. കൂടിയാട്ടമാണ് പറയുന്നത്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ്. എവിടെയാണ്? കൂത്തമ്പലത്തിലാണ്. ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന് പേരുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. പിന്നെന്താണ് പറയുന്നത്? അതിനുപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. ഈ കൂടിയാട്ടത്തിനും കൂത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത് മിഴാവ് തന്നെയാണ് കേട്ടോ. അപ്പം മിഴാവ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് കോഡൊന്നും എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കോഡ് പറയാത്തത്. അത് ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. ഓക്കെ. നെക്സ്റ്റ്, പൂർണ്ണ രൂപത്തിലുള്ള കൂടിയാട്ടം പൂർത്തിയാക്കാൻ നമുക്ക് 41 ദിവസം വേണ്ടി വരും. ഓക്കെ. ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ കൊടുത്തോന്നേ ഉള്ളൂ. ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ.
ഓക്കെ, 41 ദിവസം. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. അവതരിപ്പിക്കുന്നതോ? കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ചാക്യാരാണ്. പുരുഷ കഥാപാത്രം ചാക്യാരും സ്ത്രീ കഥാപാത്രമാണെങ്കിൽ അവരെ നങ്ങ്യാർ എന്നും പറയും. ചാക്യാര്, നങ്ങ്യാര്, ചാക്യാരും നങ്ങ്യാരും. ഓക്കെ. കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന മാർഗി. ഇത് ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. തിരുവനന്തപുരത്താണ് ആ സംഘടനയുള്ളത്. അതിന്റെ പേരാണ് മാർഗി. അപ്പൊ മാർഗി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാർഗംകളി എന്നൊക്കെ ഓർമ്മ വരും. പക്ഷെ അല്ല, അത് തെറ്റാണ്. കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി, ഓക്കെ, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി. നെക്സ്റ്റ്, കൂടൽമാണിക്യ ക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ്. ഏതൊക്കെയാണ്? കൂടൽമാണിക്യ ക്ഷേത്രവും വടക്കുംനാഥ ക്ഷേത്രവും. ഈ രണ്ട് ക്ഷേത്രങ്ങളും എന്തുകൊണ്ടാണ് പറയുന്നത്? വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ്. കൂടൽമാണിക്യ ക്ഷേത്രം അതെവിടെയാണ്? ഇരിങ്ങാലക്കുടയാണ്. വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂരാണ് കേട്ടോ, തൃശ്ശൂര്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് 2001. അത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം എന്ന് പറയുന്നത് നമ്മുടെ കൂടിയാട്ടമാണ്. ഓക്കെ, കൂടിയാട്ടമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം. ഭാരതത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് യുനെസ്കോയുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് നമ്മുടെ കൂടിയാട്ടമാണ്, കേരളത്തിലെ കൂടിയാട്ടമാണ്. എപ്പോഴാണ്? 2001 കേട്ടോ. അതുകൊണ്ടാണ് അവിടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായിട്ട് വന്ന സംഘടനയാണ് മാർഗി എന്ന് പറയുന്നത്. മാർഗി തിരുവനന്തപുരം. കൂടൽമാണിക്യ ക്ഷേത്രവും വടക്കുംനാഥ ക്ഷേത്രവും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കൂടിയാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാണ് നമ്മുടെ കൂടിയാട്ടം. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ്, ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ മിഴാവൊക്കെ ഒന്ന് ഓർക്കുക. അതുപോലെ മിഴാവ് ഓർത്ത് വെക്കണം, വാദ്യോപകരണം. മാർഗി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഈ 2 പോയിന്റും മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ്, കൂത്ത് ഏകാംഗ അഭിനയ ശൈലിയാണ്. സ്ത്രീവേഷം ചെയ്യുന്നത് നങ്ങ്യാറാണ്. നങ്ങ്യാർമാർ മാത്രമായി നടത്തുന്ന കൂത്തിന്റെ പേരാണ് നങ്ങ്യാർ കൂത്ത്. കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് മിഴാവ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? കൂത്താണ് നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നത്. ഓക്കെ, കൂത്താണ് പറയുന്നത്. കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഈ കൂത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കലാരൂപമാണ് കൂത്ത്. കൂത്ത് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? കൂത്തമ്പലത്തിലാണ്. കൂത്തുതറ, കൂത്തമ്പലം എന്നൊക്കെ പറയും. കൂത്തമ്പലത്തിലാണ്, കൂത്തുതറ എന്നും പറയാറുണ്ട്. കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ്. അവരെയാണ് നമ്മൾ നങ്ങ്യാർ എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീ വേഷം കെട്ടുന്നത് ആരാണ്? നങ്ങ്യാറാണ്, ചാക്യാർ. ഓക്കെ, എന്താണ് പറയുന്നത്? ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ് ഈ നങ്ങ്യാർ എന്ന് പറയുന്നത്. നങ്ങ്യാർമാർ മാത്രമായിട്ട് കൂത്ത് അവതരിപ്പിക്കലുണ്ട്. അതിനെയാണ് നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്നത്. നങ്ങ്യാർമാർ മാത്രമായിട്ട് നടത്തുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത്. പിന്നെന്താണ് പറയുന്നത്? കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമാണ് മിഴാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ വാദ്യോപകരണങ്ങള്, സംഗീതോപകരണങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അതെന്തായാലും പഠിക്കണം. മിഴാവ്, ഓക്കെ, കൂത്തിലും കൂടിയാട്ടത്തിലും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മിഴാവ് എന്ന് പറയുന്നത്. വാദ്യോപകരണങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ്, മിസ് ചെയ്യരുത്. ഓക്കെ, പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, കേരള നടനം. ഓക്കെ, കേരള നടനം ആണ് പറയാൻ പോകുന്നത്. കഥകളിയിൽ നിന്നും ഉടലെടുത്ത കലാരൂപമാണ് കേരള നടനം. അതിന്റെ സൃഷ്ടാവ് ആരാണ്? ഗുരു ഗോപിനാഥ്. ചോദിച്ച ചോദ്യമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ഓക്കെ, ഗുരു ഗോപിനാഥ് നടനഗ്രാമം അല്ലെ, ഡാൻസ് അല്ലെ, നടനഗ്രാമം എന്ന് പറയുന്നത് എന്താണ്? വട്ടിയൂർക്കാവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. കഥകളിയിൽ നിന്നും ഉടലെടുത്ത കലാരൂപമാണ് നമ്മുടെ കേരള നടനം എന്ന് പറയുന്നത്. ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഡാൻസ് ആണ് കേട്ടോ കേരള നടനം.
പിന്നെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഗുരു ഗോപിനാഥാണ്. സൃഷ്ടാവ് എന്താണ്? ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥ്. കേരള നടനം. ഓക്കെ, നടക്കുന്നത് ഒരു എന്താണ് ഗുരുവാണെന്ന് വിചാരിച്ചാൽ മതി. നടക്കുന്നത് ഗുരുവാണെന്ന് വിചാരിച്ചാൽ മതി. കാരണം എന്താണ്, നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മാഷുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത് അല്ലേ. അപ്പൊ അതുമായിട്ടൊന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നടനം, നടക്കുന്നത് ഗുരുവാണ്. കേരള നടനത്തിന്റെ സൃഷ്ടാവാണ് ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെയാണ്? വട്ടിയൂർക്കാവ്. കാരണം ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഗുരു ഗോപിനാഥ്, നമ്മുടെ ഗുരു നടക്കുന്നത് എന്തുകൊണ്ടാണ്? വട്ടി കുറയാനാണ്, വയറ് കുറയാനാണെന്നുള്ള ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. വയറ് കുറയാനാണ്. വയറിനെ വട്ടി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ പറയാറുണ്ട് വയറ്, വട്ടി. ഓക്കെ, വയറ് കുറയാനാണ്. ആ വയറെന്ന് എടുക്കുക അല്ലെ. അപ്പൊ വയറ് കുറയാനാണ് നമുക്ക് എന്താണ് നമ്മുടെ ഗുരു നടക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുരു ഗോപിനാഥിന്റെ നടന ഗ്രാമം എവിടെയാണെന്ന് ചോദിച്ചാൽ വട്ടിയൂർ ഗ്രാമമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കൃത്യമായി നോക്കുക, ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സൃഷ്ടാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ്. ഗുരുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഗുരു ഗോപിനാഥിന്റെ നടന ഗ്രാമം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. എന്തുകൊണ്ടാണ് ഗുരു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെ, വട്ടി ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. വട്ടിയൂർ ഗ്രാമം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. ഗദ്ദിക. ഗദ്ദിക വയനാട്ടിലെ വർഗക്കാർക്കിടയിലുള്ള ഒരു കലാരൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. വയനാട്ടിലെ വർഗക്കാർക്കിടയിലുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. ഇതൊരു ചടങ്ങാണ്. ഗദ്ദിക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒഴിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. ഒഴിപ്പിക്കുക. ഓക്കെ, ഇത് ഗദ്ദിക എന്ന് പറയുന്നത് വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാക്കൾ ഉണ്ടാവില്ലേ, അവരെ പറഞ്ഞയക്കാനുള്ള ഒരു തരം ഒരു വിശ്വാസത്തിന്റെ ആ ഒരു രീതിയിൽ പാട്ടൊക്കെ പാടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗദ്ദിക എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒഴിപ്പിക്കുക. ആത്മാവിനെ ഒഴിപ്പിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ. ഓക്കെ, നമ്മൾ ഫോക്കുലാറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ സമയത്ത് ഇതേ കാളനാണ്, പി കെ കാളൻ എന്നുള്ളൊരു പേര് നമുക്ക് അവിടെ ഒന്നും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലുള്ള ഒരു ചടങ്ങാണ് എന്താണ് ഗദ്ദിക എന്ന് പറയുന്നത്. കലാകാരനാണ് പി കെ കാളനാണ്. കാളൻ ആണ് കാളൻ, പി കെ കാളൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി റിവിഷൻ ചെയ്യാൻ, നമ്മൾ ആദ്യം കഥകളിയാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യകാല നാമം രാമനാട്ടമാണ് സാഹിത്യരൂപം. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥയാണ്. ആട്ടക്കഥ. പിന്നെ കൃഷ്ണനാട്ടം സംസ്കൃത ഭാഷയിലാണ് രചിച്ചത്. രാമനാട്ടം നമ്മൾ പറഞ്ഞു രാമൻ മലയാളിയാണ്, മലയാള ഭാഷയിലാണ് രചിച്ചത്. ടോട്ടൽ തിയേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ കഥ. ഓക്കെ, വെട്ടത്ത് സമ്പ്രദായം, കഥയൊക്കെ നമ്മൾ വെട്ടത്ത് മാത്രമേ വായിക്കൂ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. വാദ്യോപകരണങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെണ്ട, ചെങ്കില, മദ്ദളം, ഇടക്ക, ഇലത്താളം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. ആദ്യ ചടങ്ങ് കൊട്ടിയിട്ട് എല്ലാവരും അറിയിക്കും അല്ലെ, കേളികൊട്ട്. തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട് അല്ലെ. പുറപ്പെടുമ്പോൾ ഒരു നൃത്തം ഉണ്ടാവും. ഒരു നൃത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് പുറപ്പാട് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടമാണ്. അതുപോലെ ധനാശിയാണ് അവസാനത്തെ ചടങ്ങ്. 24 മുദ്രകളുള്ള ഹസ്തലക്ഷണ ദീപികയാണ് അടിസ്ഥാന ഗ്രന്ഥം. പച്ച, കത്തി, കരി, താടി, മിനുക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വേഷങ്ങൾ പറഞ്ഞത്, കഥകളിയുടെ വേഷങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. രാമൻ അല്ല, കൊട്ടാരത്തിൽ ഉണ്ടാവുന്ന രാമനാണ് കൊട്ടാരക്കര തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്, കൃഷ്ണന് ഭയങ്കര വേദനയാണ്, മാനവേദൻ രാജാവ്. കഥകളിയുടെ ഉപജ്ഞാതാവ്, കഥകളിയൊക്കെ നടക്കുന്നത് ഒരു കോട്ടയുടെ ഉള്ളിലാണ്, കോട്ട അല്ലെ, കോട്ടയത്ത് തമ്പുരാൻ. നെക്സ്റ്റ് എന്താണ്, മോഹിനിയാട്ടമാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തം. ലാസ്യ. പിന്നെ കേരളത്തിൽ ഉദ്ഭവിച്ച നൃത്തരൂപം, കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ്. പിന്നെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവി നേടിയ ഒരു കലാരൂപമാണ് മാതാവ് അല്ലെ. മോഹിനിയാട്ടത്തിന്റെ മാതാവ് ആരാണ്? മോഹിനിയാട്ടം. കല്യാണിക്കുട്ടിയമ്മ അല്ലെ, മായാമോഹിനിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിസ്ഥാന ഭാവം ലാസ്യമാണ്. മോഹിനിയാട്ടത്തിൽ പ്രയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം, കാറിലാണ് വരിക അല്ലെ.
മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. മോഹിനിയാട്ടത്തിലുള്ള കുട്ടികളൊക്കെ മാലയൊക്കെ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രചോദനം നൽകിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന് ശേഷവും നമ്മുടെ കേരള കലാമണ്ഡലമായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. നെക്സ്റ്റ് കൂടിയാട്ടം മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ്? മിഴാവ്. വാദ്യോപകരണം മിഴാവാണ് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ്. ഓക്കെ, ചാക്യാർമാർ പുരുഷന്മാരാണെങ്കിൽ ചാക്യാന്മാരും സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിൽ അവതരിപ്പിക്കുന്നത് നങ്ങ്യാന്മാരും ആണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? മാർഗി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി, തിരുവനന്തപുരം മാർഗി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തമാണ് നമ്മുടെ കൂടിയാട്ടം. എന്താണ് പറഞ്ഞത്? 2001. നെക്സ്റ്റ് കൂത്താണ് പറഞ്ഞത്. ഏകാംഗ അഭിനയ ശൈലിയാണ്. നങ്ങ്യാരാണ് അവതരിപ്പിക്കുന്നത്. നങ്ങ്യാര് മാത്രമാകുമ്പോൾ നങ്ങ്യാർ കൂത്താവും. മിഴാവാണ് മെയിൻ ഉപകരണം. മിഴാവ് ഓർക്കുക, മിഴാവ് കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മിഴാവാണ് കേട്ടോ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കേരള നടനമാണ് നടക്കുന്നത്. ആരാണ്? നമ്മുടെ ഗുരുവാണ് നടക്കുന്നത്. വട്ടി കുറയാനാണ് നടക്കുന്നത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ സൃഷ്ടാവ് ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം വട്ടിയൂർ ഗ്രാമം. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം, നല്ല വൃത്തി പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഗദ്ദിക. ഗദ്ദിക എന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഒരു വർഗക്കാർക്കിടയിലുള്ള ഒരു ചടങ്ങാണ്. എന്താണ്? ഒഴിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പൊ കലാകാരൻ PK കാളനാണ്. കാളൻ, കലാകാരൻ PK കാളൻ, ഇമ്പോർട്ടന്റ് ആണ്. PK കാളൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, എക്സാം ഒക്കെ ഉള്ളവർ നല്ല രീതിയിൽ പഠിക്കുക. LDCന്റെ ഒക്കെ ആകുമ്പോൾ വിഭാഗത്തുനിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കോഡൊക്കെ മനസ്സിലാക്കി ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എക്സാം ഇടുന്നതായിരിക്കും. ഗ്രൂപ്പിലുള്ളവർക്ക് എക്സാം ഇടുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടു.